എന്താണ് ഹവാല? നമ്മൾ നിത്യജീവിതത്തിൽ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് ഹവാല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നത് ഹവാലയെക്കുറിച്ചാണ്. മാത്രമല്ല നമ്മൾ ജനറലി കേൾക്കാത്ത അതിൻ്റെ ഒരു ഉള്ളുകള്ളികൾ, അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുള്ള കുറച്ച് മിസ്റ്റീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇതും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ഈ ഹവാല ട്രാൻസാക്ഷൻസ് എന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് നിങ്ങളുടെ ഒരു ഫ്രണ്ടോ റിലേറ്റീവോ വിദേശത്തുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ഒരു 1,00,000 രൂപ അയക്കണം എന്ന് വിചാരിക്കും. അപ്പോൾ നോർമലി ഈ ട്രാൻസാക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? അവിടെ അദ്ദേഹത്തിൻ്റെ ഒന്നുകിൽ ഒരു ബാങ്ക് അക്കൗണ്ടിൽ, ഇപ്പോൾ വിദേശത്തുള്ള, ഇപ്പോൾ ദുബായിലാണ് എന്ന് വിചാരിക്കും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ വിദേശത്തുള്ള ഒരു ബാങ്ക് അക്കൗണ്ടിൽ ഇദ്ദേഹം പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു സാലറി ക്രെഡിറ്റ് ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ പൈസ ബാങ്ക് അക്കൗണ്ടിലേക്ക് വരുന്നു. ദെൻ ഇവിടെ ഇന്ത്യയിലുള്ള അക്കൗണ്ടിലേക്ക് NRE അക്കൗണ്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ NRE അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള, അതായത് ഇവിടെ വിദേശത്ത് ഉള്ള ആളുടെ ഇവിടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ ഇത് കുറച്ച് ഒരു ടൈം കൺസ്യൂം ചെയ്യണ ഒരു സംഭവമാണ്. മാത്രമല്ല ഒരു എക്സ്ചേഞ്ച് റേറ്റിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരാനായിട്ട് സാധ്യതയുണ്ട്. ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു എൻവയറോൺമെൻറ്റിൽ കൂടിയാണ് എന്ത് ചെയ്യണത്, ഇതിങ്ങനെ കടന്നു പോകുന്നത്. അതായത് നമ്മളുടെ ഒരു വിദേശ നാണ്യമായിട്ടാണ് ഇത് ഇന്ത്യയിലേക്ക് വരുന്നത് എന്നർത്ഥം. ഇനി ഒരു ഹവാല ഇടപാടാണ് എന്ന് കരുതൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് എങ്ങനെയാണ് ഈ ട്രാൻസാക്ഷൻ നടക്കുക എന്ന് നമുക്കൊന്ന് നോക്കാം. അതായത് ഇതുപോലെ തന്നെ വിദേശത്തുള്ള അദ്ദേഹം അവിടെ ഏതെങ്കിലും ഒരു ഏജൻറ്റിന് ഒരു 1,00,000 രൂപ അവിടെ കൊടുക്കുന്നു. അതായത് അവിടെ വിദേശ കറൻസിയിൽ, ഇപ്പോൾ UAE ദിർഹത്തിൽ എന്ത് ചെയ്യുന്നു, അദ്ദേഹം അവിടെ 1,00,000 രൂപയ്ക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ റുപ്പി കൊടുക്കുന്നു. ഇവിടെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ മറ്റൊരു ഏജൻറ്റ് ചിലപ്പോൾ ക്യാഷായിട്ട് 1,00,000 രൂപയുടെ ഇന്ത്യൻ റുപ്പി കറൻസി ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ മിക്കവാറും ഓൺ എ സെയിം ഡേറ്റ് തന്നെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ എത്തിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള ചിലപ്പോൾ ബാങ്കിങ് ചാനലിൽ, അതായത് ഇവിടെയുള്ള അദ്ദേഹത്തിൻ്റെ റിലേറ്റീവ്സിൻ്റെയൊക്കെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ചിലപ്പോൾ പൈസ കൊടുക്കുന്നു. പലപ്പോഴും ഇങ്ങനെയുള്ള ട്രാൻസാക്ഷൻസൊക്കെ ക്യാഷ് ആയിട്ടാണ് സെറ്റിൽ ചെയ്യാറുള്ളത്. അതായത് ഒരു 95% ടൈമും ഇതൊരു ക്യാഷ് ഇടപാടായിട്ടാണ് ഇത് നടക്കാറായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഇന്ന സിമ്പിൾ ടേംസിൽ ഇതാണ് ഒരു ഹവാല ഇടപാട് എന്ന് പറയുന്നത്. അതായത് ഇതൊരു പാരലൽ ആയിട്ടാണ് നടക്കുന്നതെന്ന് അർത്ഥം. അതായത് നമ്മൾ നേരത്തെ മുൻപ് കണ്ട ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 2 രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ട്രാൻസാക്ഷൻ ആയിട്ടാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അതായത് UAE നിന്ന് ഇന്ത്യയിലേക്ക് ഒരു റെഗുലേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലുള്ള ഒരു ട്രാൻസാക്ഷൻ ആയിട്ട് നടക്കുന്നു. പക്ഷേ ഹവാല എന്ന് പറയുമ്പോൾ ഇത് രണ്ടും തമ്മിൽ ടച്ച് ചെയ്യുന്നില്ല എന്നർത്ഥം. അതായത് അവിടെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അവിടെ ഒരു ട്രാൻസാക്ഷൻ നടക്കുന്നു, അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഇവിടെ നടക്കുന്നു. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഹവാല ഇടപാടുകൾ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ഹവാല ഇടപാടുകളുടെ ഒരു സോഴ്സ് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഓൾമോസ്റ്റ് എല്ലാ കേസിലും ഇതൊരു അൺഅക്കൗണ്ടഡ് ആയിട്ടുള്ള പണമാണ് എന്നർത്ഥം. അതായത് ഒരു ബ്ലാക്ക് മണി ആണ് എന്ത് ചെയ്യണത്, അവിടെയും ഇവിടെയും ഇതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ നടത്താനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലും അല്ലെങ്കിൽ ഇപ്പുറത്തെ സൈഡിലും ഉള്ള ബ്ലാക്ക് മണികളാണ് എന്ത് ചെയ്യണത്, അങ്ങോട്ടും ഇങ്ങോട്ടും ടാലിയാക്കി അവർ ഒരു സെറ്റിൽമെൻറ്റ് നടത്തുന്നത് എന്നർത്ഥം. അപ്പോൾ നിങ്ങൾക്ക് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഒരു ബ്ലാക്ക് മണി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഒരു പണം ജനറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ കുറച്ച് ഇവിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, കുറച്ച് ട്രാൻസാക്ഷൻസ് ഒക്കെ ആയിരിക്കും ഡെഫിനറ്റ്ലി അവിടെ ഉണ്ടായിരിക്കാം. അതായത് മേ ബി ചിലപ്പോൾ ഒരു ഡ്രഗ് മാഫിയ ആയിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഇല്ലീഗലായിട്ടുള്ള ചില ആക്ടിവിറ്റികളായിരിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ, അതായത് ഒട്ടും ലീഗൽ അല്ലാത്ത അൺഎത്തിക്കലായിട്ടുള്ള ഒരുപാട് ട്രാൻസാക്ഷൻസിൻ്റെ ഒരു സെറ്റിൽമെൻറ്റിൽ കൂടി ആയിരിക്കും ഈ ഒരു ബ്ലാക്ക് മണി കിട്ടിയിട്ടുണ്ടായിരിക്കുക. അപ്പോൾ ഈ ബ്ലാക്ക് മണിയുടെ ഒരു പാരലൽ സെറ്റിൽമെൻ്റ് ആണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഒരു ഹവാല ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ സംഭവിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് ഓഫ് ഫണ്ട്, അതായത് ഇപ്പോൾ നമ്മൾ ഏത് ഹവാല ഇടപാടായാലും അതിൻ്റെ ഒരു സോഴ്സ് ഓഫ് ഫണ്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ ഒരു ബ്ലാക്ക് മണിയുടെ സെറ്റിൽമെൻ്റ് ആയിരിക്കും എന്നർത്ഥം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു ബ്ലാക്ക് മണി അല്ലെങ്കിൽ ഈ ഒരു ഹവാല വഴിയുള്ള ഇടപാടുകളുണ്ടല്ലോ, ഇതിൻ്റെ ഒരു പണം പലപ്പോഴും ഒരു ആൻറ്റി നാഷണൽ എലമെൻറ്റിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാനായിട്ട്, ദുരുപയോഗം ചെയ്യാനൊക്കെ ആയിട്ട് വളരെയധികം സാധ്യതയുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് എഗെയിൻസ്റ്റ് വരെ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഫണ്ടുകളാണ് ഇതുപോലെ വിനിമയം ചെയ്യണമെന്ന് നടത്തുന്നത്. അപ്പോൾ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഇങ്ങനെ ഒരു ഹവാല ഇടപാടിൽ നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ, അതായത് നിങ്ങളതിൻ്റെ ഒരു ഭാഗമാകുമ്പോൾ നിങ്ങൾ നമ്മളെ രാജ്യത്തിന് എഗെയിൻസ്റ്റ് പ്രവർത്തിക്കുന്ന ഒരു കണ്ണിയിലെ ഒരു അംഗമാവുക കൂടിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു ഹവാല ഇടപാടിൻ്റെ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ദൂഷ്യവശങ്ങൾ എന്നർത്ഥം. ഈ ഹവാല ഇടപാടിൻ്റെ മറ്റൊരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, നമ്മുടെ ഇന്ത്യൻ റുപ്പിക്ക് ഭയങ്കരമായിട്ട്
ഡീവാലുവേഷൻ വരെയാണ്, അതായത് വില കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രത്യേകിച്ച് ഇപ്പോൾ ഡോളറൊക്കെ ആയിട്ട് അല്ലെങ്കിൽ മറ്റ് ഫോറിൻ കറൻസികളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യൻ റുപ്പി ഭയങ്കരമായിട്ട് ഡീവാലുവേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയാറുണ്ട്. അതായത് ഡോളർ ഒരു ലാസ്റ്റ് ഒരു 10 ഇയേഴ്സിനുള്ളിൽ ഏകദേശം ഒരു 40 രൂപയിൽ നിന്നൊക്കെ ഇപ്പോൾ ഏകദേശം ഒരു 90 രൂപയിലേക്കൊക്കെ എത്തി നിൽക്കുകയാണ്. അപ്പോൾ ഇതുപോലുള്ള ഇന്ത്യൻ റുപ്പിയുടെ ഒരു ഡീവാലുവേഷനൊക്കെ പറ്റി പലരും ഒരു കുറ്റം പറയാറുള്ളതാണ്, അല്ലെന്നുണ്ടെങ്കിൽ പലരും ഒരു കംപ്ലൈൻറ്റ് പോലെ പറയാറുണ്ട്, നമ്മുടെ രാജ്യത്തിൻ്റെ എക്കണോമി അത്ര സുസ്ഥിരമല്ല, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ റുപ്പി ഭയങ്കരമായിട്ട് ഡീവാലുവേറ്റ് ചെയ്യുന്നു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ ഒരു ഹവാല ഇടപാടുകളുണ്ടല്ലോ, അതും ഇതുപോലെ ഉള്ള ഒരു പ്രവർത്തിക്കുക, അതായത് ഇപ്പോൾ നമ്മുടെ ഒരു കറൻസി ഡീവാലുവേഷന് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഇതുപോലെയുള്ള ഹവാല ഇടപാടുകൾ. കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, അതായത് നമ്മൾക്ക് ഒരു ഫോറിൻ കറൻസി ആയിട്ട് നമ്മളുടെ ഇന്ത്യയിലേക്ക് വരേണ്ട പൈസയായിരുന്നു ഇതേപോലെ ഒരു ക്യാഷ് സെറ്റിൽമെൻറ്റിലൂടെ എന്ത് സംഭവിച്ചിരിക്കുന്നത്, ഇവിടെ സെറ്റിൽ ചെയ്തിട്ട് നമ്മളുടെ പൈസയായിട്ട് കിട്ടിയിരിക്കുന്നത്. അതായത് ഹവാല ഇടപാടിലൂടെ കോടിക്കണക്കിന് രൂപകൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ എന്താണ് ആക്ച്വലി സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു ഫോറിൻ കറൻസി ആയിട്ട് ലഭിക്കേണ്ട പണം നമുക്ക് പലപ്പോഴും ഫോറിൻ കറൻസി ആയിട്ട് കിട്ടുന്നില്ല, പകരം അവിടെ ഇന്ത്യൻ റുപ്പിയിൽ തന്നെയാണ് എന്ത് ചെയ്യണത്, ഇവിടെ സെറ്റിൽ ചെയ്തിട്ട് ആ ഒരു പണം നമുക്ക് കിട്ടുന്നത്, പലപ്പോഴും ക്യാഷൊക്കെ ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് കിട്ടേണ്ടിയിരുന്ന, നമ്മളുടെ ഇന്ത്യക്ക് ലഭിക്കേണ്ടിയിരുന്ന, നമ്മുടെ രാജ്യത്തിന് ലഭിക്കേണ്ടിയിരുന്ന കോടിക്കണക്കിന് രൂപയുടെ ഫോറിൻ കറൻസിയാണ് നമുക്ക് എന്ത് സംഭവിച്ചിരിക്കുന്നത്, ഈ ഹവാല ഇടപാടിലൂടെ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. നമ്മൾ ഇതുവരെ പറഞ്ഞത് ജനറലി ഹവാല ഇടപാടുകൾ എന്തായിരുന്നു, ഹവാല ഇടപാടുകൾ നമ്മളുടെ രാജ്യത്തിന് അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാക്രോ ലെവലിൽ എങ്ങനെ നമ്മളെ ഇമ്പാക്റ്റ് ചെയ്യും എന്നാണ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ഒരു മൈക്രോ ലെവലിൽ, അതായത് ആസ് എ പേഴ്സൺ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ എന്നുള്ളൊരു നിലയിൽ ഒരാളെ ഈ ഹവാല ഇടപാടുകൾ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യും എന്ന് നമുക്ക് നോക്കാം. ഞാനൊരു റിയൽ കേസ് സെനാരിയോ തന്നെ പറയാനുണ്ട്. അതായത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഓഫീസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരാൾ, ഇദ്ദേഹത്തിൻ്റെ ഒരു ഇൻകം ടാക്സിൽ നിന്നൊരു നോട്ടീസ് വരികയുണ്ടായി. ഏകദേശം ഒരു 50 ലക്ഷം രൂപയുടെ അടുത്ത് ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷായിട്ട് പലപ്പോഴായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം അവിടെ വർക്ക് ചെയ്യുമായിരുന്നു, ഇവിടെ വിദേശത്തായിരുന്നു. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കഥയാണ് കേട്ടോ. അപ്പോൾ ഞാനിത് ചോദിച്ചു വന്നപ്പോൾ എന്താ അതിൻ്റെ സോഴ്സ് എന്ന് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം പറയുന്നത് അദ്ദേഹം വർക്ക് ചെയ്തിരുന്ന പൈസയാണ്. അപ്പോൾ ആ സമയത്ത് പൈസ അയച്ചിരുന്നത് ഇതുപോലെയുള്ള ഹവാല, അതുപോലെയുള്ള ഇടപാടുകളിലൂടെയൊക്കെയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, പൈസ അയച്ചിട്ടുണ്ടായിരുന്നത് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക, അതായത് എല്ലാം ക്യാഷ് ഡെപ്പോസിറ്റ് ആണ് കേട്ടോ, ഇതെല്ലാം ക്യാഷ് ഡെപ്പോസിറ്റ് ആയിട്ടാണ്. മോർ ദാൻ 50 lakhs rupees പലപ്പോഴൊക്കെ ആയിട്ട് ഇദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ആയിട്ടൊക്കെ ഡെപ്പോസിറ്റ് വന്നിരിക്കുന്നു. അപ്പോൾ ഈ പൈസ സബ്സിക്വൻ്റ്ലി കുറച്ച് നാൾ കഴിയുമ്പോൾ ഡെഫിനറ്റ്ലി എന്ത് വരും, ഇൻകം ടാക്സിൽ നിന്നൊക്കെ നോട്ടീസ് വരും. കാരണം ക്യാഷ് ഡെപ്പോസിറ്റ് ആണല്ലോ. മോർ ദാൻ 10 lakhs rupees ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ക്യാഷായിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻകം ടാക്സ് നോട്ടീസ് വരും. അപ്പോൾ എന്താണ് ഇതിൻ്റെ സോഴ്സ് എന്ന് ചോദിച്ചുകൊണ്ടാണ് എന്ത് വന്നിരിക്കുന്നത്, ഇൻകം ടാക്സിൽ നിന്ന് ലെറ്റർ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കേസിൽ എന്താണ് ഇതിൻ്റെ സോഴ്സ് എന്ന് പറയാനായിട്ട് പറ്റുക, പ്രത്യേകിച്ച് ഒന്നും പറയാനായിട്ട് പറ്റില്ല. അതായത് നമുക്ക് ഹവാല വഴിയാണ് പണം കിട്ടിയത് എന്ന് അവിടെ പറയാനായിട്ട് പറ്റില്ല അദ്ദേഹത്തിന്. അപ്പോൾ ഒരു അൺഎക്സ്പ്ലെയിൻഡ് മണി ആയിട്ട് അത് മാറുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ നേരെ റിവേഴ്സ് ഒരു ആംഗിളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ആക്ച്വലി അദ്ദേഹം അവിടെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അല്ലെന്നുണ്ടെങ്കിൽ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് ഹാർഡ് എയിം ചെയ്തിട്ടുള്ളൊരു മണിയായിരുന്നു അത്. അപ്പോൾ അദ്ദേഹം അതൊരു ബാങ്കിങ് ചാനലിലൂടെ ചിലപ്പോൾ അയക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചെറിയൊരു എക്സ്ചേഞ്ച് ഡിഫറൻസ് മാത്രമായിരിക്കും അദ്ദേഹത്തിന് ഒരു ലോസ് സംഭവിക്കാവുന്ന ഒരു കാര്യം. പക്ഷേ ഇവിടെ ഇപ്പോൾ ഒരു 50 ലക്ഷത്തിൽ മേലെ ഉള്ളൊരു പൈസ ഇവിടെ ക്യാഷായിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം ഇൻകം ടാക്സ് നോട്ടീസ് വരുന്നു, പിന്നെ അത് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അപ്പോൾ അതിന് പിന്നിലുള്ള ഒരുപാട് തലവേദനകളൊക്കെ വെച്ച് നോക്കുമ്പോൾ പിന്നെ ഒരു ഹ്യൂജ് എമൗണ്ടൊക്കെയാണ്. കാരണം ഇതുപോലെ അൺഎക്സ്പ്ലെയിൻഡ് ആയിട്ടുള്ള മണിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 80% അടുത്തൊക്കെയാണ് എന്ത് ചെയ്യേണ്ടി വരുന്നത്, അദ്ദേഹത്തിന് ടാക്സ് ലയബിലിറ്റി വരെ പ്ലസ് ഇൻട്രസ്റ്റും പെനാൽറ്റിയും അടക്കം ഹ്യൂജ് എമൗണ്ട് ചിലപ്പോൾ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മളൊരു ചെറിയൊരു ലാഭത്തിന് വേണ്ടിയിട്ട്, ഒരു ലാഭത്തിന് വേണ്ടിയിട്ട്, ചെറിയ ഒരു എക്സ്ചേഞ്ച് ഡിഫറൻസിന് വേണ്ടിയിട്ടൊക്കെ ആയിരിക്കാം പല ആളുകളും ചിലപ്പോൾ ഇതുപോലെയുള്ള ഹവാല ഇടപാടുകളൊക്കെ നടത്തുന്നത്. മേ ബി ഒരു നോർമൽ റൂട്ടിൽ കൂടെ, അതായത് ഒഫീഷ്യലായിട്ടുള്ള റൂട്ടിൽ കൂടെ പോകുമ്പോൾ ചിലപ്പോൾ അതിനേക്കാൾ ചിലപ്പോൾ ഒരു 50 പൈസയോ എത്രയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ഇന്ത്യൻ റുപ്പിയിൽ ചിലപ്പോൾ നമുക്കൊരു സേവ് ചെയ്യാനായിട്ട് പറ്റണത്, ഒരു പെർ ട്രാൻസാക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ പെർ കറൻസി വെച്ച് നോക്കുമ്പോൾ നമ്മൾ. അപ്പോൾ ഈ ഒരു ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള ഒരു ലാഭത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഹ്യൂജ് റിസ്ക് ആണ് ഇതുപോലെയുള്ള ഹവാല ട്രാൻസാക്ഷൻസ് ഒക്കെ നടക്കുമ്പോൾ നമുക്ക് എടുക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഇത് കൺസോൾട്ടേറ്റ് ചെയ്ത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ട്രാൻസാക്ഷൻസിൽ നിന്നും നിങ്ങൾ ഒന്ന് ഒഴിഞ്ഞു നിൽക്കുക, നിങ്ങളൊന്ന് മാറി നിൽക്കുക. നമ്മളൊരു ആസ് ആൻ ഇൻഡിവിജ്വൽ
എന്നുള്ള രീതിയിൽ മാത്രമല്ല, ഒരു മാക്രോ ലെവലിൽ നമ്മൾ നോക്കുമ്പോഴായാൽ പോലും നമ്മുടെ ഒരു രാജ്യത്തിന് എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുടെ ഒരു കണ്ണിയായിട്ട് നിങ്ങൾ മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു മെസ്സേജ് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക. ഹവാല ഇടപാടുകളിൽ നിന്നും നിങ്ങൾ തീർച്ചയായിട്ടും മാറി നിൽക്കുക. ഈ ഹവാല ഇടപാടുകൾ നടക്കുമ്പോൾ മറ്റൊരു പ്രശ്നം സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഇന്ത്യയിലേക്ക് വരേണ്ട കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണ്യമാണ് നമ്മൾക്ക് ഒരു ക്യാഷ് സെറ്റിൽമെൻ്റ് ആയിട്ട് എന്ത് സംഭവിക്കുന്നത്, ഇവിടെ ക്യാഷ് ആയിട്ട് കിട്ടുന്നത്. അപ്പോൾ അത്ര അധികം രൂപ, കോടിക്കണക്കിന് രൂപ നമുക്ക് ഒരു ഫോറിൻ കറൻസി ആയിട്ട് ഇങ്ങോട്ട് വരേണ്ടതായിരുന്നു. അപ്പോൾ ഇത് ആ ഒരു റെഗുലേറ്റഡ് ചാനലിൽ കൂടെ വരാത്തത് കൊണ്ട് തന്നെ എന്ത് സംഭവിക്കുന്നു, ഇതൊരു ക്യാഷായിട്ട് നമുക്ക് ഇവിടെ കിട്ടുന്നു. അപ്പോൾ കോടിക്കണക്കിന് രൂപയുടെ ഫോറക്സ് നഷ്ടമാണ് നമ്മുടെ കൺട്രിക്ക്, നമ്മുടെ രാജ്യത്തിന് ഉണ്ടാവുന്നതെന്നർത്ഥം. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ചാനലിൻ്റെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് അയക്കാം. വീഡിയോ യൂസ്ഫുൾ ആയി എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.